ജനുവരി 16 റിലീസ് തീരുമാനിച്ചെങ്കിലും 9 തന്നെ റിലീസ് ചെയ്ത ഒരു സിനിമയാണ് പെണ്ണ് കേസ്. നമുക്ക് അറിയുന്നത് പോലെ തന്നെ വിജയ് തന്റെ അവസാനത്തെ പടമായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ജനനായകൻ എന്ന് പറയുന്ന സിനിമയിലെ ചില സാങ്കേതിക കാരണങ്ങൾ മൂലം സിനിമ 9 റിലീസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഈ നമ്മുടെ പെണ്ണ് കേസ് ടീം നേരെ 16 റിലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്ന പടം 9 തന്നെ രാത്രി 7 മണിക്ക്, എനിക്ക് തോന്നുന്നു രാത്രി 7 മണിക്കാണ് ആ സിനിമയുടെ ഫസ്റ്റ് ഷോ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫെബിൻ സിദ്ധാർത്ഥ സംവിധാനം ചെയ്ത് നിഖില വിമൽ ഏറ്റവും പ്രധാനപ്പെട്ട റോളിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയാണ് പെണ്ണ് കേസ്. സിനിമയുടെ അണിയറ പ്രവർത്തകരൊക്കെ മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒരു വിവാഹ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, ഒരു സ്ത്രീ നടത്തുന്ന ഒരു വിവാഹ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് കഥയുടെ ഇതിവൃത്തം. തുടക്കം തന്നെ ഒരു കല്യാണം വീടും അല്ലെങ്കിൽ കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നുള്ളത്. അപ്പം നിഖില വിമൽ തന്റെ റോള് മികച്ചതായിട്ട് അഭിനയിച്ചു. എല്ലാ സിനിമകളിലും പോലെ തന്നെ നിഖില നല്ലൊരു കഴിവിട്ട നടിയാണ് എന്നുള്ള കാര്യം നമുക്ക് അവരുടെ ഇറങ്ങിയിട്ടുള്ള വിവിധ സിനിമകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിഖില വിമൽ ഉൾപ്പെടെയുള്ള താരങ്ങളെല്ലാം തന്നെ വളരെ മികച്ചതാക്കി അവരുടെ റോളുകൾ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ പൈനൂറുകാരനായിട്ടുള്ള നമ്മുടെ രഞ്ജി കാങ്കൂർ, അദ്ദേഹം തന്റെ റോൾ എത്രയും വെറുതെ നിൽക്കുന്നതാണെങ്കിൽ പോലും അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹം എല്ലാ സിനിമകളും, ഈ അടുത്തിറങ്ങിയ അവിഹിതം എന്ന് പറഞ്ഞ സിനിമയത്തെ ഒരു പ്രധാനപ്പെട്ട റോൾ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ കാലിബർ എത്ര മാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്ന ഒരു സിനിമ തന്നെയാണ് ഈ അവിഹിതം എന്ന് പറയുന്നത്. അപ്പം അതിനെ തുടർന്ന് വന്നിട്ടുള്ള ഇപ്പം വന്നിട്ടുള്ള പെണ്ണ് കേസിലായാലും വെറുതെ നിൽക്കുമ്പോൾ തന്നെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു കോമഡി പടം എന്നുള്ള രീതിയിൽ ഇത് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. ഭയങ്കര എന്തെങ്കിലും മെസ്സേജ്, എന്തെങ്കിലും സന്ദേശങ്ങൾ ആ സമൂഹത്തിൽ തരുന്നുണ്ടോ ചോദിച്ചാൽ ഇതൊന്നും ഇല്ലാന്ന് നിഖില വിമൽ തന്നെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സന്ദേശം എന്നുള്ള രീതിയൊന്നുമില്ല. എന്നാൽ നമുക്ക് ഒന്ന് പോയി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന സിനിമ തന്നെയാണ് പെണ്ണ് കേസ് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഫസ്റ്റ് ഹാഫിനേക്കാൾ കുറച്ചും കൂടെ എൻഗേജിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ട് സെക്കൻഡ് ഹാഫാണ്. കുറച്ച് ടൈറ്റായി പോകുന്ന ഒരു സെക്കൻഡ് ഹാഫാണ്. അപ്പോൾ ഒരു സസ്പെൻസ് എന്നുള്ള രീതിയിൽ ഒരു ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ സെക്കൻഡ് ഹാഫിൽ ഒരു എലമെന്റ് ഉൾപ്പെടുത്താൻ വേണ്ടി സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് അതിൽ അത്ര വർക്കൗട്ട് ആയി എനിക്ക് തോന്നുന്നില്ല. ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അത്ര വർക്കൗട്ട് ആയി തോന്നില്ല. അപ്പോൾ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു രീതി തന്നെയാണ് കഥ പോകുന്നത്. ഭയങ്കരമായ ഒരു മാസ്മരികമായ രീതിയിൽ തരത്തിലേക്കൊന്നും സിനിമ മാറുന്നതായിട്ട് തോന്നില്ല. എങ്കിലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമായിട്ട് തന്നെയാണ് പെണ്ണ് കേസ് എന്ന് പറയുന്ന സിനിമയുള്ളത്. അപ്പോൾ പറ്റുന്നവരെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ ചെയ്യാം. ഞാൻ ഈ പടത്തിന് കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5, 3.5. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്തൊരു സിനിമയുമായി വീണ്ടും കാണുന്നതിലേക്കും വണക്കം.